GST നിരക്കുകൾ വെട്ടിക്കുറയ്ക്കൽ ഇന്ത്യയിലെ സമസ്ത ജനതയെയും ബാധിക്കുന്ന ഒരു നികുതി മാറ്റമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ നികുതി മാറ്റം നടപ്പിലാക്കാനായിട്ട് ഈ മതേതര ഇന്ത്യയിൽ നവരാത്രി ദിവസം തന്നെ കണ്ടെത്തി എന്നത് വളരെ രസകരമായിട്ട് തോന്നുന്നു. പോകട്ടെ, നവരാത്രിയാകട്ടെ ഏത് രാത്രിയുമാകട്ടെ, ഒരു പുതിയ കാര്യത്തിന് പുതിയ രാത്രി എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ എന്താണ് ഈ GST റീസ്ട്രക്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? GST നിരക്കുകൾ വെട്ടിക്കുറയ്ക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? GST കൊണ്ടുവന്ന സമയത്ത് 2017 ജൂലൈ 1 GST കൊണ്ടുവരുന്നത്. അന്ന് തന്നെ വിമർശനമുണ്ടായിരുന്നു. ലോകത്ത് എത്ര രാജ്യങ്ങളിൽ GST ഉണ്ടോ അവിടെയൊക്കെ കൂടിയ പക്ഷം 2 നിരക്ക്, അതിൽ കൂടുതലില്ല. അതായത് എന്തിനാണ് ചരക്ക് സേവന നികുതി കൊണ്ടുവന്നത്? ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് ഓരോ ഉൽപ്പന്നത്തിനും ഓരോ നിരക്ക് എന്ന രീതിയിൽ വന്നാൽ ഇത് നികുതി കണക്ക് കൂട്ടുന്നതിനും നികുതി കൊടുക്കുന്നതിനും ഒരു ബുദ്ധിമുട്ട്, നികുതി വഴി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കണമെങ്കിൽ നികുതിയുടെ നിരക്കുകൾ കുറച്ചാവണം. അതായത് നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് ടാക്സസ് കുറയണം. ആ ധാരണയിലാണ് ഈ GSTയിലേക്കുള്ള ഒരു മുന്നേറ്റം നടക്കുന്നത്. പാർത്ഥസാരഥി ഷോം ടാക്സേഷൻ കമ്മിറ്റി നിയോഗിക്കുന്നു. ആ കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിനും ശേഷം എംപവേർഡ് കമ്മിറ്റിയെ, അതായത് ഈ GSTയിലേക്ക് പിന്മാറുന്നതിന് വേണ്ടി ഒരു എംപവേർഡ് കമ്മിറ്റിയെ പാർലമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. ആ എംപവേർഡ് കമ്മിറ്റിയിൽ നിന്ന് അതിനും ശേഷമാണ് ഒരുപാട് മുമ്പോട്ട് പോയി. ആ മുമ്പോട്ട് പോകലിനും ശേഷമാണ് GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. GST കൗൺസിലിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്? ഓരോ സംസ്ഥാനത്തിന്റെയും ധനമന്ത്രിമാർ GST കൗൺസിലിൽ മെമ്പറാണ്. കൂടാതെ യൂണിയൻ ടെറിട്ടറീസിനെ പ്രതിനിധീകരിക്കാൻ അവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ മെമ്പർ ഉണ്ടാകും. കൂടാതെ നമ്മുടെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയുടെ ഡെപ്യൂട്ടി, ഇത്രയും പേരാണ് GST കൗൺസിലിൽ വരിക. അങ്ങനെ GST കൗൺസിൽ ഫോം ചെയ്ത് ആ GST കൗൺസിൽ വളരെ വർക്ക് ചെയ്തതിന് ശേഷമാണ് 2017 ജൂലൈ 1 GST നടപ്പിലാക്കുന്നത്. പക്ഷെ അപ്പോൾ തന്നെ ആവശ്യത്തിലേറെ നിരക്കുകൾ ഈ 2 നിരക്കിലെങ്കിലും ഒതുക്കണം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. എങ്കിലും ആവശ്യത്തിലേറെ നിരക്കുകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് എന്തൊക്കെയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന നിരക്കുകൾ? 0.25, അതായത് അൺകട്ട് ഡയമണ്ട്സിന്, കട്ട് ചെയ്യാത്ത രത്നക്കല്ലുകൾക്ക് ചാർത്തുന്ന നികുതിയായിരുന്നു 0.25, അതായത് 0.5%. അത് കഴിഞ്ഞാൽ 3% നികുതി ചുമത്തിയിരുന്നത് സ്വർണ്ണ രത്ന വജ്ര ആഭരണങ്ങൾക്കായിരുന്നു 3% GST. അപ്പോ അത് കഴിഞ്ഞാലോ പിന്നെയാണ് യഥാർത്ഥ GST നിരക്കുകൾ വരുന്നത്. എത്രയാണത്? 5%. 5% GST ഏതിലാണ് വരുന്നത്? നിത്യോപയോഗ സാധനങ്ങളിൽ, സർവ്വസാധാരണക്കാർ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിലാണ് 5% GST വരുന്നത്. എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം ഉൽപ്പന്നങ്ങളിലും 5% GSTയിൽ നിജപ്പെടുത്തി. അതിന് തൊട്ടു മുകളിലുള്ള സ്ലാബ് 12% അതും സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി പാക്കറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി റേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അതിനകത്ത് വരിക. പിന്നെ 18% സെമി ലക്ഷറി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് 18% GST, അതായത് ചരക്ക് സേവന നികുതിയിൽ വന്നിരുന്നത്. അല്ലാതെ സെമി ലക്ഷറി, അതായത് ഭാഗികമായി ലക്ഷറിയുടെ ഗണത്തിലേക്ക് വരുന്നത്, പക്ഷെ പൂർണ്ണമായിട്ടും സൂപ്പർ ലക്ഷറി അല്ലാത്തത്. ഇനി ഒരു നിരക്ക് 28%, അത് സൂപ്പർ ലക്ഷറി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് 28% നികുതി ഈടാക്കിയിരുന്നത്. 28% നികുതി സൂപ്പർ ലക്ഷറി ഐറ്റത്തിൽ മാത്രമല്ല, സിൻ ഗുഡ്സ് എന്നൊരു കാറ്റഗറി ഉണ്ട്. അതായത് മദ്യം, അതുപോലെ തന്നെ ലോട്ടറി, അങ്ങനെ പിന്നെ അതുപോലെ നമ്മൾ എന്താ പറയുക, ഈ പാൻ മസാല, ഇങ്ങനെയൊക്കെയുള്ള, അതായത് ആരോഗ്യത്തിന് ഹാനികരമാണ്, അല്ലെങ്കിൽ നമ്മുടെ ലോട്ടറി ആരോഗ്യത്തിനല്ല ഹാനികരമാകുന്നത്. ലോട്ടറി മാഫിയ അല്ലെങ്കിൽ ലോട്ടറി ഭ്രമം എന്ന് പറയുന്നത് ഒരു മാനസിക ഭ്രമം പോലെയാണ്. അപ്പം അതിനെ ഒരു രോഗമായിട്ട് തന്നെ,
ഒരു ഭ്രാന്തായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ടാണ് ലോട്ടറിയെ നിരുത്സാഹപ്പെടുത്താനാണ് 28% നികുതിയിലേക്ക് ലോട്ടറി ഇട്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ യഥാർത്ഥത്തിൽ 4 തരം ടാക്സസ് ആണ് ഈ GST കൊണ്ടുവന്നപ്പോൾ നിലവിൽ വന്നത്. 5%, 12%, 18%, 28%. ഈ 28% എന്ന് പറയുന്നത് വില കൂടിയ കാറുകൾ ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ലക്ഷറി, സൂപ്പർ ലക്ഷറി. ആ സൂപ്പർ ലക്ഷറി കാറുകൾ, അതിന് തന്നെ 2 തരം കാറുകളുണ്ട്. ഒന്ന് പെട്രോൾ കാറുകളാണെങ്കിൽ അന്ന് 2017 ജൂലൈ 1 കൊണ്ടുവന്നപ്പോൾ പെട്രോൾ കാറുകളാണെങ്കിൽ അവയ്ക്ക് 28% നികുതി. അതേ സമയത്ത് ഡീസൽ കാറുകളാണെങ്കിൽ 1-2% സെസ്. കാരണം അത് വായു മലിനീകരണത്തെ അധികമാക്കും, ഡീസൽ കാറുകൾ. അതുകൊണ്ട് പിന്നെ വലിയ വില കൂടിയ കാറുകൾക്കാണെങ്കിൽ 40%, 45% ഒക്കെ വരെ ടാക്സ്. അതായത് അത് സൂപ്പർ ലക്ഷറി ആയത് കാരണം കൊണ്ടാണ് അത്രയും കൂടുതൽ. ഇങ്ങനെ നിലവിൽ നിന്ന ആ GST സിസ്റ്റം, ചരക്ക് സേവന നികുതി, എങ്ങനെയായിരുന്നു അതിന്റെ വരുമാനം സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിട്ടിരുന്നത്? സംസ്ഥാനങ്ങളും കേന്ദ്രവും 50 ആകെ വരുമാനത്തിന്റെ GST വരുമാനത്തിന്റെ 50% കേന്ദ്രം എടുക്കും, 50% സംസ്ഥാനങ്ങൾക്ക് നൽകി. ഇനിയുണ്ട് അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് പറയാൻ, IGST, GST, SGST എന്നൊക്കെ പറഞ്ഞ്. അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ, കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ആ GST, അതായത് ഈ 4 നിരക്കുകൾ പ്രധാനമായിട്ട് 28, 18, 12, 5, ഈ നിരക്കുകൾ തന്നെ വലിയ ഒരു ലോകത്തെങ്ങും ഈ GST ഉള്ള നടപ്പാക്കിയ രാജ്യങ്ങളിലെങ്ങും ഇതുപോലെ 4 നിരക്കുകൾ, അത് കഴിഞ്ഞ് 3.25 അങ്ങനെയൊക്കെ പറഞ്ഞ നിരക്കുകളുള്ള ഒരു രാജ്യവുമില്ല. അതുകൊണ്ട് തന്നെ രാജ്യാന്തര തലത്തിൽ തന്നെ വിമർശനം ഏൽക്കേണ്ടി വന്ന ഒരു GST സമ്പ്രദായമാണ് ഇന്ത്യയിൽ നിലനിന്നത്. മാത്രവുമല്ല, ഒരുപാട് മാറ്റങ്ങൾ അതിനിടയ്ക്കൊക്കെ GSTയിൽ വരുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്പം ഇത് ഈ 28%, 18%, ഈ 4 തരം നികുതി നിരക്കുകൾ ഉണ്ടാവുക. അതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ 18% നികുതിയുടെ കീഴിൽ വന്നിരിക്കുന്നു. അതൊന്നും സാധാരണക്കാർക്ക് പ്രാപ്യമല്ല, വാങ്ങാൻ പറ്റാത്ത നികുതി നിരക്കും വിലയുമാണ്. അങ്ങനെയുള്ള ക്രിറ്റിസിസംസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴും ആ ഒരു വിമർശനം നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമുണ്ട്. അതായത് സംസ്ഥാനങ്ങളൊക്കെ ആഗ്രഹിക്കാത്ത ഒരു കാര്യം. പക്ഷേ പാർത്ഥസാരഥി ഷോം, അദ്ദേഹം ഒരു ടാക്സ് എക്സ്പേർട്ടാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഈ ഡെവലപ്മെന്റ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലെ 171 പേജ് എടുത്ത് നോക്കണം. ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അദ്ദേഹമാണ് വാല്യൂ ആഡഡ് ടാക്സേഷനെ പറ്റിയും മറ്റു ടാക്സ് റീഫോംസിനെ പറ്റിയൊക്കെ ധാരാളം കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. അദ്ദേഹമാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കുറെ കഴിഞ്ഞാണ് എംപവേർഡ് കമ്മിറ്റിയും GST കൗൺസിലും ഒക്കെ വന്ന് ഈ GST നടപ്പിലാക്കുന്നത്. അപ്പൊ ആ സമയത്തൊന്നും ഇവര് കണക്കിലെടുക്കാത്തതും എന്നാൽ അത്യാവശ്യമായിട്ട് കണക്കിലെടുക്കേണ്ടിയിരുന്നതുമായ, അതായത് സാർവത്രികമായി ഇന്ത്യയെ മുഴുവൻ ബാധിക്കുന്ന ഒരു റേറ്റിനെ പറ്റിയാണ് അദ്ദേഹം ഈ 171 പേജില് ഡെവലപ്മെന്റ് ആൻഡ് ടാക്സേഷൻ എന്ന ഈ ഗ്രന്ഥത്തിൽ 171 പേജിൽ പറയുന്നത്. ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST. നിങ്ങൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു, പക്ഷെ പെട്രോളിയം GSTക്കകത്ത് വന്നിട്ടില്ല. എങ്കിൽ പിന്നെ അത് എന്ത് GST എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യയിലെ പിറന്നു വീഴുന്ന സമസ്ത ജനവിഭാഗങ്ങളുടെയും ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏക ഉൽപ്പന്നമേത് എന്ന് ചോദിച്ചാൽ അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് എന്ന് ഇന്നത്തെ നിലവാരത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം സാധനങ്ങളുടെ നീക്കമാകട്ടെ, അതായത് ചരക്ക് നീക്കമാകട്ടെ, വ്യക്തികളുടെ മൂവ്മെന്റ് ആകട്ടെ, എല്ലാം ഇപ്പോഴും ആശ്രയിച്ചിരിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ. അതായത് ട്രെയിൻ ആണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും ഓട്ടോറിക്ഷയാണെങ്കിലും ഏതാണെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ യാത്രയില്ല. അപ്പൊ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി ആരൊക്കെയാ ചാർത്തുന്നത്? കേന്ദ്ര ഗവൺമെന്റ് സ്വന്തമായ നികുതി ചാർത്തുന്നുണ്ട്, സെൻട്രൽ ടാക്സ് ഉണ്ട് അതേല്. അത് കഴിഞ്ഞ സംസ്ഥാന സർക്കാരുകളുടെ നികുതി ഉണ്ട്. അങ്ങനെ 2 തട്ടിൽ നികുതി ചാർത്തുന്നു.
ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോ ആഗോളതലത്തിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില 65-നും 70-നും ഇടയ്ക്ക് നിൽക്കുകയാണ്. പക്ഷെ ഇന്ത്യയില്, ഈ കൊച്ചു കേരളത്തില് 1 ലിറ്റർ പെട്രോൾ അടിക്കണമെങ്കിൽ 105 രൂപ കൊടുക്കണം. എന്ന് വെച്ചാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഗോളതലത്തിലുള്ള വില വ്യത്യാസം, വില ഇടിഞ്ഞത് പോലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണക്കിലെടുത്തിട്ടില്ല. അങ്ങനെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ പരിഗണിക്കുക. അതായത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മാറ്റം വന്നേനെ. ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് കേന്ദ്രം നികുതി പിരിക്കുന്നു, ഒരു ഭാഗത്തു നിന്ന് സംസ്ഥാനം നികുതി പിരിക്കുന്നു. അങ്ങനെ വരില്ല. അവിടെ ജി എസ് ടി ഒറ്റ നിരക്കായിരിക്കും പിരിക്കുന്നത്. ആ പിരിക്കുന്ന നിരക്കിൽ നിന്ന് കിട്ടുന്നത് കേന്ദ്രവും സംസ്ഥാനവും പങ്കിട്ടെടുക്കും. 50% വീതം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നേരെ മറിച്ച് കേന്ദ്രം നികുതി, സെസ് എന്നിവ ചുമത്തുന്നു. അതിനു മുകളില് അത് കൂടാതെ സംസ്ഥാനം നികുതി, സെസ് എന്നിവ ചുമത്തുന്നു. രണ്ടും കൂടി ആരെയാണ് ഞെക്കിപ്പിഴിയുന്നത്? സാധാരണ പൗരന്മാരെയാണ് ഞെക്കിപ്പിഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോ ശ്വാസത്തിലും പെട്രോളിയത്തിന്റെ നികുതിയുടെ അംശമുണ്ട്. അത് ഓരോ ഇന്ത്യക്കാരന്റെ ശ്വാസത്തിലും. ആ കോണ്ടെക്സ്റ്റിലാണ് പാർത്ഥസാരഥി ഷോം പറയുന്നത്, ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST എന്ന് അദ്ദേഹം പറയേണ്ടി വരുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇട്ടുള്ള ഒരു തട്ടാണ്. അത് കൊണ്ടുവന്ന ഗവൺമെന്റ് BJP ഗവൺമെന്റ് ആയിരുന്നു. ഇപ്പൊ അത് റീസ്ട്രക്ചർ ചെയ്യുന്നതും BJP ഗവൺമെന്റ് ആണ്. BJP ഗവൺമെന്റ് എന്താണ് പറയുന്നത്? GST റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ GST 2 നിരക്കുകൾ എടുത്തു കളഞ്ഞ് 2 നിരക്കുകളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ഇത് ജനോപകാരപ്രദമായിട്ട് വികസിത ഭാരതത്തെ ലക്ഷ്യമാക്കി സാധാരണക്കാർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു മാറ്റം എന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എല്ലായിടത്തും പോയി പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടികളും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആണ് എങ്കിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ കൊണ്ടുവരണമായിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ കൊണ്ടുവന്നിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ശരിയാണ്, ഈ GST പരിഷ്കരണം സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന്. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ, GSTക്കകത്തേക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ 105 രൂപയോ 108 രൂപയോ ഒക്കെ കൊടുക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളെ നമുക്ക് ഒരു 60-65 രൂപ ലെവലിൽ കിട്ടുമായിരുന്നു. അത് എല്ലാവരുടെ ജീവിതത്തെയും സ്വാധീനിക്കാൻ പോകുന്ന ഒരു മാറ്റം ആകുമായിരുന്നു. പക്ഷെ അതിന് ഗവൺമെന്റ് തുനിഞ്ഞിട്ടില്ല. കാരണം ബഹുലക്ഷം കോടികളാണ് ഓരോ വർഷവും പെട്രോളിയം കമ്പനികളുടെ ഷെയറുകളൊക്കെ 51% കൂടുതൽ കേന്ദ്ര ഷെയറുകളുടെ വിഹിതം, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു എല്ലാ പെട്രോളിയം കമ്പനികളും. റിലയൻസ് ഒക്കെ പിൽക്കാലത്ത് വന്നതാണ്. അതുകൂടാതെയുള്ള പെട്രോളിയം കമ്പനികൾ മുഴുവനും കേന്ദ്ര ഗവൺമെന്റ് കയ്യിലായിരുന്നു അവയുടെയൊക്കെ ഷെയർ വിൽപ്പന 1996 തുടങ്ങുന്നു. പക്ഷെ ഇതുവരെയും 51%-ലധികം ഷെയറുകൾ കേന്ദ്ര ഗവൺമെന്റ് കയ്യിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന് മജോറിറ്റി വോട്ടവകാശമുണ്ട്. തീരുമാനങ്ങൾ എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ GSTക്കകത്തേക്ക് ഇതിനെ കൊണ്ടുവരാം. പക്ഷെ കൊണ്ടുവരാതിരിക്കാൻ കാരണം സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമല്ല, അതുപോലെ കേന്ദ്രത്തിനും ഇഷ്ടമല്ല. എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമല്ല? അവർക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒരു ഖനിയാണ്. എന്തുകൊണ്ട് കേന്ദ്രത്തിന് ഇഷ്ടമല്ല? കേന്ദ്രത്തിനും ഇതൊരു ഖനിയാണ്. എപ്പോഴും ഇഷ്ടം പോലെ വലിച്ചെടുക്കാവുന്ന ഖനിയാണ് രണ്ടു കൂട്ടരെ സംബന്ധിച്ചും. അപ്പോൾ ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ചേക്കേറാത്തത് കൊണ്ട് ജനങ്ങളാണ് പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഇരുന്നുകൊണ്ട് വേണം നമുക്ക് ഈ നികുതി റീസ്ട്രക്ചറിനെ പറ്റി, അതായത് ഇതിനൊരു പൊളിറ്റിക്കൽ മാനദണ്ഡം ഉണ്ട്. ഇപ്പോൾ നടക്കാനിരിക്കുന്ന താമസം കൂടാതെ 4-5 സംസ്ഥാനങ്ങളില് ഇലക്ഷൻ വരാനിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാലാണ് സാധാരണ രീതിയിൽ ജനങ്ങളുടെ വോട്ട് കിട്ടുക. ആ സംസ്ഥാനങ്ങളിലൊക്കെ ഭരിക്കുന്ന BJP ഗവൺമെന്റിന് തന്നെ ഭരണത്തിലേക്ക് എത്താൻ ഒക്കുക. അതിനുവേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ ഈ നികുതിയിലെ ഇപ്പോൾ ഈ റീസ്ട്രക്ചറിങ് നടത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ജനങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? പാർത്ഥസാരഥി ഷോം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഈ നികുതിക്കകത്ത് കൊണ്ടുവരണമായിരുന്നു, GSTക്കകത്ത് കൊണ്ടുവരണമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ
സമ്മതിക്കും. അപ്പൊ നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ GST വന്നു കഴിഞ്ഞപ്പോൾ ഏതൊക്കെ നികുതികളാണ് സംസ്ഥാനത്തിന്റെ പോക്കറ്റിൽ നിന്ന് GSTയിലേക്ക് ചേക്കേറിയത്? എല്ലാ പരോക്ഷ നികുതികളും സംസ്ഥാന ഗവൺമെന്റാണ് പിരിച്ചുകൊണ്ടിരുന്നത്. അതിലേതൊക്കെയാണ് GSTയിലേക്ക് ചേക്കേറി എന്ന് പറഞ്ഞാൽ അത് പിരിച്ചെടുക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും കൂടി പങ്കുചേർന്നാണ് പിരിച്ചെടുക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഇപ്പോ അങ്ങനെ GSTയിലേക്ക് കയറാത്തത്? സംസ്ഥാനങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ളത് ഏതൊക്കെ നികുതികളാണ്? പരമപ്രധാനമായിട്ടുള്ളത് പെട്രോളിയം നികുതി. ഇപ്പൊ കേരളത്തിന്റെ കാര്യം മാത്രം എടുക്കാം. പെട്രോളിയം നികുതി വഴിയായിട്ട് ഗവൺമെന്റിന് എന്ത് വരുമാനമാണ് ഉണ്ടാകുന്നത്? സംസ്ഥാന ഗവൺമെന്റിന്റെ തനതു വരുമാനത്തിന്റെ 20% മുതൽ 25% വരെ വരുന്നത് പെട്രോളിയം നികുതിയിൽ നിന്നാണ്. കാരണം കേരളം വലിയ ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾസ് ഉള്ള സംസ്ഥാനമാണ്. അപ്പൊ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 20% മുതൽ 25% വരെ വരുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. ആ പെട്രോളിയം GSTയിൽ പോയിട്ടില്ല. രണ്ടാമത്തത് മദ്യം. 25% മുതൽ 30% വരെ വരുമാനം സംസ്ഥാന ഖജനാവിലേക്ക് എത്തുന്നത് മദ്യവിൽപ്പന വഴിയാണ്. അതും GSTയിൽ പോയിട്ടില്ല. പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ലാൻഡ് ടാക്സ് ആണ്. ലാൻഡുമായിട്ട് വീടുകളുമായിട്ടൊക്കെ, അതായത് ഹൗസിങ്, ലാൻഡ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നികുതികളാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ചാർജ്. ഈ 4 ചാർജുകളും വളരെ പ്രധാനപ്പെട്ട ചാർജുകളാണ്. പക്ഷെ ആദ്യത്തെ 3 വളരെ പ്രധാനമാണ്. ഈ 4 ടാക്സും GSTയിൽ ചേക്കേറിയിട്ടില്ല. അതുകൂടി GSTയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ജനങ്ങളുടെ ഭാരം കുറയുമായിരുന്നു. പക്ഷെ അതിന് സംസ്ഥാനങ്ങൾക്കും മനസ്സില്ല, കേന്ദ്രത്തിനും മനസ്സില്ല. അപ്പൊ ഇനി നമുക്ക് GST റീസ്ട്രക്ചറിങ്ങിലേക്ക് പോകാം. ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റില് ആണ് ഇപ്പോ ഈ GST 4 നിരക്കുകളെ 2 ആക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഏതൊക്കെയാണ് 4 നിരക്കുകൾ ഉണ്ടായിരുന്നത്? 28, 18, 12, 5. അതിന് എത്ര നിരക്കുകളായിട്ടാണ് മാറ്റുന്നത്? 28% എന്നൊരു നിരക്കില്ല. പകരം 18, 5 ഇങ്ങനെ 2 നിരക്കുകളേ ഉള്ളൂ. 28% നിരക്കിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളിൽ 90% താഴെ 18%ത്തിലേക്ക് കൊണ്ടുവന്നു. 18% ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളിൽ 99% 5%ത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ 28%, ഞാൻ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാണ്, 28% നികുതിയിൽ ഉണ്ടായിരുന്ന 90% ഉൽപ്പന്നങ്ങൾ 18%ത്തിലേക്ക് മാറ്റി. 18% ഉണ്ടായിരുന്ന 99% ഉൽപ്പന്നങ്ങൾ, അതായത് പണ്ട് 18% നികുതി സ്രോതസ്സിൽ കിടന്നിരുന്ന ഉൽപ്പന്നങ്ങളിൽ 1% ഒഴിച്ച് ബാക്കി മുഴുവനും 5%ത്തിലേക്ക് പോന്നു. 12% എടുത്തു കളയുകയും ചെയ്തു പൂർണ്ണമായിട്ടും. അപ്പൊ 28% എടുത്തു കളഞ്ഞു, 12% എടുത്തു കളഞ്ഞു. 28% ഉണ്ടായിരുന്ന 90% 18%ത്തിലേക്ക് പോന്നു എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി 10% എങ്ങോട്ട് പോയി? ആ 10%ത്തെയാണ് സിൻ ഗുഡ്സ് എന്ന് വെച്ചാൽ പാപ ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാല് അത് മനുഷ്യന്റെ ആരോഗ്യത്തിനും മനസമാധാനത്തിനും ഒക്കെ വിപരീതമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യ ക്ഷേമത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആണ്. അതുകൊണ്ടാണ് അവയെ സിൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിൻ ഗുഡ്സിനകത്ത്, അതായത് സൂപ്പർ ലക്ഷറീസ് ആണ് സിൻ ഗുഡ്സിൽ വരുന്ന അധിക ഐറ്റംസ്. അതായത് വളരെ വില കൂടിയ കാറുകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാത്തരം വെഹിക്കിൾസും, വളരെ വില കൂടിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തരം വെഹിക്കിൾസും അതിനകത്ത് വരും. അത് സിൻ ഗുഡ്സ് ആണോ വെഹിക്കിൾസ്? അല്ല. സൂപ്പർ ലക്ഷറി ആകുമ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് സിൻ ഗുഡ്സ് എന്ന് പറയാം. കാരണം സാധാരണക്കാരന് പ്രാപ്യമല്ല. സാധാരണക്കാർ ധാരാളമുള്ള, പട്ടിണിപ്പാവങ്ങൾ ധാരാളമുള്ള ഒരു രാജ്യത്ത് കോടികൾ വിലമതിക്കുന്ന കാറുമായിട്ട് പോകുന്നവർ, പിന്നെ അല്ലെങ്കിൽ അത് സ്വന്തമാക്കി വെക്കുന്നവർ ഓർക്കേണ്ട ഒരു എക്സാമ്പിൾ ഞാനിപ്പോ ചൂണ്ടിക്കാണിക്കാം. ബിൽ ഗേറ്റ്സിന്റെ കാര്യം ഓർമ്മിക്കുക. ബിൽ ഗേറ്റ്സ് ലോകത്തെ ഒന്നാമത്തെ അതായത് റിച്ചസ്റ്റ് മാനായിട്ട് പല പ്രാവശ്യവും തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ആ ബിൽ ഗേറ്റ്സിനോട് പത്രക്കാർ ചോദിച്ചു, താങ്കളുടെ സമ്പത്ത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. അപ്പൊ അദ്ദേഹം എന്തു പറഞ്ഞു എന്നറിയാമോ? അത് എന്റെ ജീവിക്കാൻ ആവശ്യമുള്ളത് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ബാക്കി മുഴുവനും ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ വഴി
നിർധനരായവര്, HIV രോഗികള് തുടങ്ങിയവർക്ക് വേണ്ടി ചെലവഴിക്കാനാണ് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വാട്ട് അബൌട്ട് യുവർ ചിൽഡ്രൻ, താങ്കളുടെ മക്കൾക്ക് എന്തു കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ ചോദിച്ചു പത്രക്കാര്. അദ്ദേഹം എന്തു പറഞ്ഞെന്നറിയുമോ? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, അവർ നല്ല ജോലികളിൽ ഇരിക്കുന്നു, അവരായിട്ട് ജോലി സമ്പാദിക്കുകയും ജീവിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നാണ് ബിൽ ഗേറ്റ്സ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓർമ്മിക്കണം, ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ സൂപ്പർ ലക്ഷറി കാറുകളിൽ പോകുന്നവര്, എനിക്ക് തോന്നുന്നില്ല ബിൽ ഗേറ്റ്സ് ഒരു സൂപ്പർ ലക്ഷറി വീടോ സൂപ്പർ ലക്ഷറി കാറുകളില് സൂപ്പർ ലക്ഷറി പ്ലെയിനുകളില് ഒക്കെ യാത്ര ചെയ്യുന്ന ആളായിരിക്കാം. ബിക്കോസ് അദ്ദേഹം ലോകത്തെ റിച്ചസ്റ്റ് മാനാണ്. പക്ഷെ ഇത്ര അധികം ലക്ഷറി ആയിട്ട് പോകുന്ന ആളല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും അത് വെച്ച് നോക്കുമ്പോൾ ഈ സൂപ്പർ ലക്ഷറി കാറുകളും സൂപ്പർ ലക്ഷറി ജീവിതവും ഒക്കെ തീർച്ചയായിട്ടും ഒരു സിൻ, ഒരു പാപം തന്നെയാണ്. അന്നത്തിന് വകയില്ലാതെ കോടിക്കണക്കിന് ആളുകളുള്ള ലോകത്തെ രാജ്യത്ത്, നമ്മുടെ രാജ്യം നമുക്കറിയാം, ഞാൻ ഇപ്പോഴും ആവർത്തിക്കാറുള്ളതാണ് എന്റെ സുഹൃത്തുക്കളുടെ മുൻപില്, 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള നമ്മുടെ നാട്, ഒരുപാട് പട്ടിണി പാവങ്ങൾ, എന്തെല്ലാം കഥകളാണ് നമ്മൾ ഓരോ ദിവസവും വാർത്തകളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ സൂപ്പർ ലക്ഷറി കാറുകളൊക്കെ സിൻ ഗുഡ്സ് തന്നെയാണ്, പാപം ഉള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെ പാപം ഉള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സിൻ ഗുഡ്സ് എന്ന കാറ്റഗറിയിലേക്കാക്കി അവയ്ക്ക് 40%, അതായത് 28% നിന്ന് അവയെ 40% നികുതിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അപ്പൊ 40% നികുതിയിലേക്ക് ഉയർത്തി കഴിഞ്ഞപ്പോ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ലോട്ടറി ഒരു ഉൽപ്പന്നമാണ്. ഇനി അതുപോലെ മറ്റെന്തൊക്കെ ഉൽപ്പന്നങ്ങളുണ്ട്? പാൻ മസാല, ഈ പറയപ്പെട്ട വില കൂടിയ കാറുകൾ, അങ്ങനെ പല ഉൽപ്പന്നങ്ങളും, അതായത് ആ മദ്യം. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് അവയെ സിൻ ഗുഡ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ സിൻ ഗുഡ്സിനെയാണ് 40% നികുതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ലോട്ടറി ഈ സിൻ ഗുഡ്സിന്റെ കൂട്ടത്തിൽ 40% നികുതിയിലേക്ക് ഉയർത്തപ്പെട്ടത് വലിയ തിരിച്ചടിയായിട്ടാണ് കാണുന്നത്. കാരണം ലോട്ടറി എടുക്കുന്നവരുടെ ലോട്ടറിയുടെ വില കൂട്ടണം. അത് മാത്രമല്ല, ലോട്ടറിയുടെ വില കൂട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ 40% നികുതി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം 40% നികുതി ഇല്ല. ഇപ്പൊ നിലവിലിരിക്കുന്ന നികുതി അനുസരിച്ച് 30% നികുതിയാണ്. പിന്നെ അതായത് ഈ ഒരു ലെവല് കഴിഞ്ഞാല്, ഇൻകത്തിന്റെ ഒരു ലെവല് കഴിഞ്ഞാൽ 30% നികുതി വരികയാണ്. 25 കോടിയുടെ ഒക്കെ ലോട്ടറിക്ക് കൊടുക്കേണ്ടത്. 30% നികുതി മാത്രമൊന്നുമല്ല, അത് കൂടാതെ തന്നെ പല തരത്തിലുള്ള മറ്റ് ചാർജസ് ഉണ്ട്. ആ ചാർജസും എല്ലാം പിരിച്ചു കഴിയുമ്പോഴത്തേക്ക് 25 കോടി ലോട്ടറി അടിച്ചവന് ഇപ്പോൾ കിട്ടുന്നത് ഏകദേശം ഒരു 10-12 കോടിക്കടുത്താണ് കിട്ടുന്നത്. അപ്പൊ 28% നികുതി 40% നികുതിയായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാലോ ഈ 12 കോടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് 10 കോടിയിലും താഴേക്ക് പോകും. അങ്ങനെ 10 കോടിയിലും താഴേക്ക് പോകുമ്പോഴേക്ക് ലോട്ടറി എടുക്കാനുള്ള ആ ഒരു താല്പര്യം കുറയും. പിന്നെ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാമെന്ന് വെച്ചാലോ അപ്പൊ വീണ്ടും അടിയാവും. അതായത് ലോട്ടറി മേടിക്കാൻ ആൾക്കാർ കുറയും എന്നാണ് പറയുന്നത്. പക്ഷെ അതില് ഈ ലോട്ടറി എന്ന ഒരു ഭ്രാന്തുമായി നടക്കുന്ന മനുഷ്യർക്ക് 40% പിന്നെ ഇത് ആകുമ്പോൾ ശരിക്കും ലോട്ടറി അടിക്കുന്നവൻ നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. ഇപ്പൊ 12 കോടി കിട്ടുന്നിടത്താണ് അവന് 10 കോടിയോ അതിൽ താഴെയായിട്ട് കുറയുന്നത്. അപ്പൊ 25 കോടി ലോട്ടറി അടിച്ചവന്റെ കയ്യിൽ നിന്ന് സർക്കാരിലേക്ക്, അതായത് അത് ലോട്ടറി എന്നുള്ളത് വരുമാനമാണ്. വരുമാനം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അതാണ് സംസ്ഥാന ഗവൺമെന്റിനെ ഏറ്റവും അധികം ഖേദിപ്പിക്കുന്ന ഘടകം. നേരിട്ട് ഈ ടാക്സ് ഒക്കെ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ്, ഡയറക്റ്റ് ടാക്സസ് ആയത് കാരണം. അങ്ങനെ ഡയറക്റ്റ് ടാക്സസ് ഒക്കെ പോകുന്നു. അത് കഴിഞ്ഞ് അത് ഫിനാൻസ് കമ്മീഷൻ വഴിയോ മറ്റതുപോലെയുള്ള വഴികളിലൂടെ ഒരു ഭാഗം മാത്രമേ അതിന്റെ സംസ്ഥാനത്തിന് കിട്ടുകയുള്ളൂ. അപ്പൊ സത്യത്തില് ആ റവന്യൂ വരുന്നത് സംസ്ഥാനത്തിനല്ല, അത് കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അത് തന്നെയാണ് സംസ്ഥാനം ഈ 40%ത്തിലേക്ക് ഉയർത്തിയതിൽ ആകുലപ്പ് കാണും, അല്ലെങ്കിൽ ഇഷ്ടക്കേട് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് എണ്ണം, അതായത് ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിച്ചാലും വർദ്ധിപ്പിച്ചില്ലെങ്കിലും ഈ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം കൂടുമോ കുറയുമോ എന്നുള്ളതൊക്കെ
വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാണേണ്ടതാണ്. അത് മാത്രവുമല്ല, ഇപ്പോൾ തന്നെ ഗവൺമെന്റ് എങ്ങനെയാണ് ഈ കാരുണ്യ ലോട്ടറി, അതായത് ഈ ലോട്ടറിയുടെ ആണ് ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായം, പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാരുണ്യ ലോട്ടറി പിന്നെ വരുമാനം ഈ ലോട്ടറി വിൽപ്പനയിൽ നിന്നാണ് എന്ന് ഈ അടുത്ത ദിവസം ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്നു. ഇതിനു മുൻപ് ഗവൺമെന്റ് വൃത്തങ്ങൾ അത് ആലോചിച്ചിട്ടേ ഇല്ല എന്ന് തോന്നും. അതായത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 14,000 കോടിയിലധികമാണ് ലോട്ടറിയിൽ നിന്ന് ഈ 24-25 വർഷം ഉണ്ടായിട്ടുള്ള റവന്യൂ. അതായത് 14,000 കോടി അധികം, കൃത്യമായിട്ട് ആ കണക്ക് ഞാൻ ഓർക്കുന്നില്ല, 14,000 കോടിയിലധികമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. 14,000 കോടിയിലധികം ലോട്ടറി വിറ്റ് വരുമാനം ഉണ്ടായിട്ടും 1,500 കോടി ലോട്ടറി, കാരുണ്യ ലോട്ടറിയുടെ കടബാധ്യതയായിട്ട് കിടക്കുകയാണ്. ആ കാരുണ്യ ലോട്ടറി സിസ്റ്റത്തിൽ ഗവൺമെന്റുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകുന്ന മെഡിക്കൽ കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, ഇവയ്ക്കൊക്കെ, അതായത് അവയൊക്കെ കാരുണ്യ ബെനവലൻസ് സ്കീമിൽ പെടുത്തി ചികിത്സിച്ച രോഗികൾക്ക് വേണ്ടി ക്ലെയിം ചെയ്ത തുക, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട തുക 1,500 കോടിയിലധികം കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അവരൊക്കെ ആ ലോട്ടറി വിറ്റ്, അതായത് ആ സ്കീമിൽ നിന്ന് പുറത്താകാൻ ആഗ്രഹിക്കുകയും അത് ചിലരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ ഈ ഗവൺമെന്റ് ഈ രോഗികളോടുള്ള ആ സമീപനം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. കാരുണ്യ ലോട്ടറിയുടെ ഫണ്ട് എന്ത് ചെയ്തു? CAG ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വകമാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റു ധൂർത്തുകൾക്ക് വേണ്ടി പോകുന്നു. യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്ന രോഗികൾ 5 തരം മാരക രോഗങ്ങൾ, ഹൃദയത്തെയും കിഡ്നിയെയും പിന്നെ അതുപോലെ ലിവറിനെയും ഒക്കെ ബാധിക്കുന്ന രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കാരുണ്യ ലോട്ടറി ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് പിന്നെ KM മാണി സാറ്, അതിന് പ്രചോദനമായത് ബിജു പ്രഭാകർ എന്ന ലോട്ടറീസ് ഡയറക്ടർ. ബിജു പ്രഭാകർ IAS ആയിരുന്നു, അന്ന് ലോട്ടറീസ് ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. പാവങ്ങൾക്ക് വേണ്ടി ഒരു ലോട്ടറി തുടങ്ങുക, ആ ഫണ്ട് എടുത്ത് ഇങ്ങനെയുള്ള ചികിത്സയ്ക്ക്, അത് മാണി സാർ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് കാരുണ്യ ലോട്ടറി വരുന്നത്. അപ്പൊ അത് വളരെ സക്സസ്ഫുൾ ആയി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന, ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികളെ സഹായിച്ചു കൊണ്ടിരുന്ന ലോട്ടറി സിസ്റ്റം ആയിരുന്നു. അതിനെ LDF ഗവൺമെന്റ് വന്നപ്പോൾ അതിൽ പേരിലൊരു മാറ്റം ഉണ്ടാക്കി, പോട്ടെ, സാരമില്ല, പേരിൽ എന്ത് കാര്യം. പക്ഷേ ആ ഫണ്ട് വകമാറ്റിയത് മൂലം ആ സിസ്റ്റം തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് ലോട്ടറിയുടെ ഈ നികുതി 40% മാറ്റി അതിനെ സിൻ ഗുഡ്സിൽ പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന്. അപ്പോ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ കാരണം കൊണ്ട്, അതായത് ഈ ഭ്രാന്തമായിട്ട് ലോട്ടറിയുടെ പുറകെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു ജനത, അതായത് ഷോർട്ട് കട്ട് ടു പ്രോസ്പെരിറ്റി എന്ന് കേട്ടിട്ടില്ലേ? സമ്പത്തിലേക്ക് ഒരു ഷോർട്ട് കട്ട്, അത് നോക്കി നടക്കുന്നവരാണ് പിന്നെ ഇങ്ങനെ ലോട്ടറി എടുത്ത് പണക്കാരനാകാം, കോടീശ്വരനാകാം എന്ന് വിചാരിക്കുന്നത്. നോർമൽ ബുദ്ധിയുള്ളവരാരും പിന്നെ ലോട്ടറി എടുത്ത് പണക്കാരിയാകണം എന്ന് ആഗ്രഹിക്കുകയില്ല. അവര് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത്, മേധാശക്തി കൊണ്ടും കായിക ശക്തി കൊണ്ടും കഠിനാധ്വാനം ചെയ്ത് പടിപടിയായിട്ടാണ് സമ്പത്തിന്റെ പടികൾ കയറുക. അതല്ലാതെ ഷോർട്ട് കട്ട് ടു പ്രോസ്പെരിറ്റി നോക്കി പോകുന്നവരല്ല. അതുകൊണ്ടാണ് ലോട്ടറിയെ ഒരു സിൻ ഗുഡായിട്ട് തന്നെ പറയപ്പെട്ട GSTയുടെ തീരുമാനങ്ങൾ എടുത്തപ്പോൾ അതിനെ അങ്ങനെ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്തുമാകട്ടെ, സംസ്ഥാന ഗവൺമെന്റിന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ? സംസ്ഥാന ഗവൺമെന്റിന് ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോഴെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ഈ ലോട്ടറി, കാരുണ്യ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഒരു ചികിത്സാർത്ഥം കാത്തു കിടക്കുന്ന ആയിരക്കണക്കിന് കേരളത്തിലെ രോഗികളെയും കുടിശ്ശിക കിട്ടാതെ വിഷമിക്കുന്ന ഹോസ്പിറ്റൽസിനെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇനിയും GSTയിലേക്ക് തന്നെ പോവുക, GSTയുടെ റീസ്ട്രക്ചറിങ്. അപ്പോൾ ഇവിടെ കേരളത്തിലെ മുറിമുറുപ്പ് ഉണ്ടാകാനുള്ള കാരണം ഇതൊക്കെയാണ്. നികുതി വർദ്ധിപ്പിച്ചു, അത് കാരണം ലോട്ടറിയുടെ സെയിൽ കുറയും, വരുമാനം കുറയും, പിന്നെ അതുപോലെ ലോട്ടറി അടിക്കുന്നവരുടെ കയ്യിൽ കിട്ടുന്ന പണം കുറയും എന്നൊക്കെയുള്ള കാരണങ്ങൾ. ഈ കാരണങ്ങളൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ലോട്ടറി ഒരു സിൻ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മദ്യപന്മാരെ പോലെയാണ് ഈ ലോട്ടറിയോട് ആഭിമുഖ്യമുള്ളവര്. ഓരോ ദിവസവും ജോലി ചെയ്ത് കിട്ടുന്ന പണത്തിൽ നിന്ന്, അതായത് അവനവന്റെ വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിർവഹിക്കാതെയാണ് ലോട്ടറി ടിക്കറ്റ് എടുത്ത്, അതായത് ശരിക്കു പറഞ്ഞ മദ്യപാന ശീലം പോലെയാണ് ലോട്ടറി ശീലം വന്നു കഴിഞ്ഞാൽ. കോടീശ്വരനാകാനുള്ള ആഗ്രഹം കൊണ്ട്
കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ടുപോയി ലോട്ടറിക്ക് കൊടുത്ത് വാങ്ങുന്നത്. അതായത് ഈ പറയപ്പെട്ട എന്താ പറയുക പ്രചാരണ തന്ത്രങ്ങളിലൊക്കെ പെട്ട് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഓണക്കാലത്തും ഒക്കെ വാങ്ങിക്കൂട്ടുന്ന മനുഷ്യരുടെ മാനസിക നിലയേക്കാൾ മോശപ്പെട്ട മാനസിക നിലയാണ് സാധാരണ രീതിയിൽ സ്ഥിരം ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കുള്ളത്. അപ്പൊ അതൊരു സിൻ ഗുഡ് തന്നെയാണ്. ആ നികുതിയെ അതുകൊണ്ട് അത്രയധികം അപലപിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇനി രണ്ടായാലും അപലപിക്കുന്നെങ്കിൽ തന്നെയും ഗവൺമെന്റ് ഓർക്കണം, ഈ ലോട്ടറി വഴിയായിട്ട് കാരുണ്യ ലോട്ടറി വഴിയായിട്ട് കൊടുക്കേണ്ടിയിരുന്നത് കൊടുക്കാത്ത ഗവൺമെന്റ് ഇപ്പോ ഇതിന്റെ പേരില് കേന്ദ്രത്തെ പഴിചാരുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഇപ്പോൾ. അപ്പൊ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് GSTയുടെ പിന്നെ ഈ നടപ്പിലാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റ് വിചാരിക്കുന്നു 28% നിന്ന് 18% വരുമ്പോൾ ഡിമാൻഡിൽ വലിയ വർധനവുണ്ടാകും. എന്തുകൊണ്ട്? സൂപ്പർ ലക്ഷറി ആയിരുന്ന ഉൽപ്പന്നമാണ് ഇപ്പോ അതായത് മിഡിൽ ഇൻകംകാർക്കും അപ്പർ മിഡിൽ ഇൻകംകാർക്കും ഒക്കെ വാങ്ങിക്കത്തക്ക രീതിയിൽ വില കുറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ പ്രധാനമാണ് 18% നികുതിയിലുണ്ടായിരുന്ന സെമി ലക്ഷറി ഉൽപ്പന്നങ്ങളെല്ലാം 5% നികുതിയിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് 275 ഉൽപ്പന്നങ്ങളാണ് അങ്ങനെ 5% കൊണ്ടുവരുന്നത്. ഈ 5% ഇവ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓർക്കണം, സർവ്വസാധാരണക്കാരായ മനുഷ്യർക്ക് അപ്രാപ്യമായിരുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവ. ഇവയൊക്കെ സെമി ലക്ഷറീസ് ആയിരുന്നു. അതിന്റെ ലിസ്റ്റിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മുടെ വീടിനകത്ത് ഉപയോഗിക്കുന്ന അതായത് നമ്മുടെ ജീവിതം കുറച്ചും കൂടി സൗകര്യപ്രദമാക്കുന്ന തരത്തിലുള്ള മിക്സി, TV തൊട്ട് ഇങ്ങോട്ട് പോരുന്ന ഒരുപാട് പിന്നെ വീടിനകത്ത് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന മെക്കാനിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ ഒക്കെ ഈ പട്ടികയിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് എന്താണ്, ജീവിതം കുറച്ചും കൂടി ഈസ് ആയിത്തീരുന്നു, എളുപ്പമായിത്തീരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ പോലും ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയപ്പെട്ട ഈ 18% 5% നികുതി മാറുന്നത് കൊണ്ട് വീടിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. എന്ന് വച്ചാൽ വലിയ തോതിൽ ഡിമാൻഡ് ഉയരും. അപ്പൊ ഈ പറയപ്പെട്ട അതായത് ആദ്യം 10% ഡിക്ലൈൻ നികുതിയില് 28 നിന്ന് 18 അത് കഴിഞ്ഞ് 13% ഡിക്ലൈൻ 18 നിന്ന് 5 13% കുറവാണ് വരുന്നത്. ഇത്രയധികം കുറവ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ, അതായത് ഓൾമോസ്റ്റ് ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വലിയ ഭാഗം, ഒരു 90% ഉൽപ്പന്നങ്ങളും ഈ ഗണത്തിൽപ്പെടും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഡിമാൻഡിൽ വലിയ സർജ്, അതായത് ഈ നികുതി മാറ്റം ഒരു കാറ്റലിസ്റ്റ്, രാസത്വരകം ആയി പ്രവർത്തിക്കുകയും വലിയ വർധനവ് ഡിമാൻഡിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ വലിയ വർധനവ് ഡിമാൻഡിൽ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? നീതി ആയോഗിന്റെ 2023 ഇക്കണോമിക് സർവേ റിപ്പോർട്ട് നോക്കുക. അതിനകത്ത് നീതി ആയോഗ് പറയുന്നുണ്ട് 3,60,000-ലധികം MSMEs, നാമമാത്ര ചെറുകിട ഇടത്തരം പിന്നെ വ്യവസായ യൂണിറ്റുകൾ നിന്നുപോയി എന്ന് പറയുന്നുണ്ട്. അതിനേക്കാൾ വളരെ കൂടുതലാണ്, നീതി ആയോഗിന്റെ കണക്കിനേക്കാൾ വളരെ കൂടുതലാണ് അങ്ങനെയുള്ള MSMEs നിന്നുപോയത്. അപ്പൊ അത് കോവിഡിന് ശേഷം ഉണ്ടായ പ്രഹരമാണ്, കോവിഡ് കാലത്തുണ്ടായ പ്രഹരം കൊണ്ട് നിന്നുപോയതാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്നത് കോവിഡ് കാലത്താണെങ്കിൽ അതിനുശേഷം ആ തൊഴിലില്ലായ്മയെ കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വിരളമായിരുന്നു. അത് നടന്നിട്ടുമില്ല കാര്യമായിട്ട്. ഇപ്പൊ വലിയ തോതിൽ തൊഴിലില്ലായ്മയുണ്ട്. അപ്പൊ ഈ തൊഴിലില്ലായ്മ ഘട്ടത്തിലാണ് ഡിമാൻഡിൽ ഇതുപോലെ വലിയ എടുത്തുചാട്ടം ഉണ്ടാകുന്നത്. എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്? അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഈ നിർജീവമായി കിടക്കുന്ന നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഉൽപാദനം തുടങ്ങുമ്പോൾ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും. തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തുക. ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിയാലോ ഈ സാധനങ്ങളുടെ, ഈ വില കുറഞ്ഞ സാധനങ്ങളുടെ ഒക്കെ ഡിമാൻഡിൽ വീണ്ടും വർധനവുണ്ടാകും. അപ്പൊ ഈ തരത്തില് ഒരു ചാക്രികമായ വളർച്ച സമ്പദ്ഘടനയിൽ ഉണ്ടാകുമെന്നും അതിന്റെ ഫലമായിട്ട് 2047 ആകുമ്പോഴത്തേനും വികസിത ഭാരതം എന്ന സങ്കല്പം സായുജ്യം അടയും എന്നുമാണ് ഇതിന്റെ പിന്നിലുള്ള പിന്നെ ഗവൺമെന്റിന്റെയും GST കൗൺസിലിന്റെയും ഒക്കെ വിശ്വാസം.
അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇതിന് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ഇത് അത്യാവശ്യമായിരുന്നു. കാരണം GST കൊണ്ടുവന്ന കാലം മുതൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം, ഇതിലെ അധിക നിരക്കുകൾ എടുത്തു കളയണം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടിയവരാണ് ഇവിടുത്തെ സാമ്പത്തിക വിശാരദരും രാഷ്ട്രീയക്കാരും ഒക്കെ. അപ്പൊ ഇപ്പൊ അത് നടന്നിരിക്കുന്നു. ഒരു പരിധി വരെ 4 റേറ്റ് ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട 4 നിരക്കുകളെ 2 നിരക്കുകളായിട്ട് കുറച്ചിരിക്കുന്നു. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് GSTയിൽ. ഞാൻ പാർത്ഥസാരഥി ഷോമിന്റെ വിമർശനം പറഞ്ഞല്ലോ. അതായത് ഇത് ശരിക്ക് ജനങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കുകയാണ് GSTയുടെ ലക്ഷ്യമെങ്കിൽ GSTയിൽ ആദ്യം ചേക്കേറേണ്ടത് ഏത് ഉൽപ്പന്നമാണെന്നാണ് പാർത്ഥസാരഥി ഷോം ആവശ്യപ്പെടുന്നത്? പെട്രോളിയം. അതായത് സമസ്ത ജനങ്ങളെയും ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു നികുതിയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിലുള്ള നികുതി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി വലിയ തോതിൽ കുറയ്ക്കാൻ ശ്രമിച്ചാൽ അത് ജനജീവിതം കൂടുതൽ ഈസി ആക്കി മാറ്റും, കൂടുതൽ സന്തോഷകരമാക്കി മാറ്റും. അപ്പൊ അത് അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇപ്പോഴും GST എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ്, അതായത് മിനുക്കുമണിയൊക്കെ നടത്തി ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായി തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലോക നിലവാരത്തിലേക്ക് GST നടപ്പാക്കിയ രാജ്യങ്ങളുടെയൊക്കെ നിലവാരത്തിലേക്ക് ഇന്ത്യക്ക് ഉയരാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പെട്രോളിയം പോലെയുള്ള ഉൽപ്പന്നങ്ങൾ GSTക്ക് അകത്ത് വരണം. അങ്ങനെ ഇരിക്കെങ്കിൽ പോലും ഇത് മാത്രവുമല്ല, ഇത് കൊണ്ടുവന്ന സമയം ഇത് എത്രയോ നാളുകൊണ്ട് പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെടുന്നതാണ് GSTയുടെ നമ്പറുകൾ കുറയ്ക്കണം, ഈ നികുതി ഭയങ്കര ഭാരമാണ്, ഇത് കുറയ്ക്കണം, പാവങ്ങൾക്ക് വേണ്ടി കുറച്ചു കൊണ്ടുവരണമെന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നതാണ് പ്രതിപക്ഷവും ഒക്കെ. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും 28-ൽ നിന്ന് 18ലേക്കും 18ൽ നിന്ന് 5ലേക്കുമുള്ള മാറ്റം സ്വാഗതാർഹമായ മാറ്റം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ മദ്യവും ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ മദ്യത്തിന്റെ വില കുറയും. മദ്യത്തിന്റെ വില കുറയുമ്പോൾ എന്താ ആശ്വാസം ഉണ്ടാകും? പാവപ്പെട്ട കുടുംബങ്ങളാണ്. കേരളനാട് വലിയ ഒരു കുടിനാടാണ്. ആ കുടിനാട്ടില് ആരുടെ പണമാണ് കൂടുതൽ ഇങ്ങനെ ഈ മദ്യശാലകളിലേക്ക് ഒഴുകുന്നത്? പാവപ്പെട്ട വീടുകളിൽ നിന്ന് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയാണ് ഒരുപക്ഷെ മുഴുവനും തന്നെ അന്നന്ന് ഈ പറയപ്പെട്ട മദ്യശാലകളിലേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പൊ ഈ 18% ഇത് GSTയിലേക്ക് ചേക്കേറുക, അതായത് സംസ്ഥാനത്തിന്റെ കരങ്ങളിലാണ് ഇപ്പോൾ മദ്യം. ആ മദ്യം GSTയിലേക്ക് മാറ്റുക. GSTയിലേക്ക് മാറ്റുമ്പോൾ ഒറ്റ തട്ടിലെ നികുതി ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്നിട്ട് അത് ഇപ്പൊ 40% എത്തിയിരിക്കുക മദ്യത്തിന്റെ സിൻ ഗുഡ് ആയതുകൊണ്ട്. അതിനെ സിൻ ഗുഡ് ആയതുകൊണ്ട് പിന്നെ 40% ഇടാതെ ഏത് ശതമാനത്തിലെങ്കിലും ഇടട്ടെ, പക്ഷെ ഒറ്റ സോഴ്സിൽ നിന്ന് മാത്രമേ നികുതി പിരിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളിലുള്ള ഭാരം കുറയും. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ GST ശരിക്ക് ജനപക്ഷത്ത് നിന്നുള്ള ഒരു നികുതി കാഴ്ചപ്പാടും നികുതി പിരിവുമായിട്ട് മാറുകയുള്ളൂ. അപ്പൊ ഇപ്പോഴും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യ പോലെ ഒരു വലിയ ജനതയുള്ള രാജ്യം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നീതിയുക്തമായ രീതിയിലല്ല GST പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, GST സംസ്ഥാനങ്ങൾ പറയുന്നു GSTയിൽ ഈ റീസ്ട്രക്ചറിങ് കൊണ്ടുവന്നത് കാരണം അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീങ് വലിയ തോതിൽ വരുമാന നഷ്ടം ഉണ്ടാകുമെന്ന്. എങ്ങനെയാണ് വരുമാന നഷ്ടം ഉണ്ടാവുക? അതായത് വ്യാപാരി വ്യവസായികള് ഈ പ്രയോജനം, അതായത് ഈ വില ഇടിവിന്റെ പ്രയോജനം ജനങ്ങളിലേക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാല് സർക്കാരിന് നികുതിയിൽ ഇളവ് വരും. അപ്പൊ സർക്കാരിന്റെ വരുമാനം കുറയും. അതേ സമയത്ത് ജനങ്ങളിലേക്ക് ഈ വില ഇളവ് കൊടുക്കില്ല. എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക? അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും എന്താണ് IGST, എന്താണ് SGST, എന്താണ് CGST എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നവരല്ല. എന്താണ് MRP? ആ MRP നേരത്തെ എത്രയായിരുന്നു? ഈ നികുതി പരിഷ്കരണം കൊണ്ടുവരുന്നതിന് മുൻപ് എത്രയായിരുന്നു ഒരു ഉൽപ്പന്നത്തിന്റെ MRP? ഇപ്പൊ എത്രയാണ്? അതുപോലും ശ്രദ്ധിക്കത്തില്ല. അപ്പൊ MRP തന്നെയാണോ ഈടാക്കിയതെന്ന് ഒരു പക്ഷെ നോക്കുമായിരിക്കും. പക്ഷെ ഈ MRP GST നവരാത്രിക്ക് മുൻപുണ്ടായിരുന്ന MRP എത്രയാണ്, ഇപ്പൊ എത്രയാണ്? അങ്ങനെ ഒരു താരതമ്യമൊന്നും സാധാരണ ഉപഭോക്താക്കൾ നടത്തുകയില്ല. അപ്പൊ അതിന്റെ ചുവട് പിടിച്ച് വ്യാപാരി വ്യവസായികൾ എന്ത് ചെയ്യും? അവര് നികുതി
പിന്നെ വെട്ടിക്കുറച്ചതായിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന നികുതിയിൽ വെട്ടിക്കുറവ് നടത്തും. പക്ഷേ ഉപഭോക്താക്കളിൽ നിന്ന് നവരാത്രിക്ക് തലേന്ന് MRP എത്രയായിരുന്നു വാങ്ങിയിരുന്നത് അതേ MRP തന്നെ നവരാത്രിക്ക് ശേഷവും വാങ്ങിയിരിക്കും. അങ്ങനെ വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഉപഭോക്താവ് കൊടുക്കേണ്ട വിലയിൽ മാറ്റമില്ലാതെ കൊടുക്കേണ്ടി വരുന്നു. സർക്കാരിന് കിട്ടേണ്ട നികുതിയിൽ കൃത്യമായിട്ട് കുറവുണ്ട് താനും. അങ്ങനെ വരാതിരിക്കാനാണ് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് 2017 നവംബറിൽ തന്നെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എന്തിനാണ്? ചെക്ക് പോസ്റ്റുകളൊക്കെ നിർത്തിക്കളഞ്ഞ സാഹചര്യത്തിൽ നികുതി വെട്ടിയില് സർവ സജ്ജമായിട്ട് കാണുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ കൊണ്ടുവന്നത്. അത് സെമി ജുഡീഷ്യൽ ബോഡിയാണ്. അവർക്ക് എവിടെ വെച്ച്, ഇപ്പൊ ചെക്ക് പോസ്റ്റുകളൊന്നും ഇല്ല, എവിടെ വെച്ച് വേണമെങ്കിലും ഒരു ട്രക്കിനെ കൈ കാണിച്ച് നിർത്താം. അതിലിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ്, ആ ഉൽപ്പന്നങ്ങൾ തന്നെയാണോ, ആ വില തന്നെയാണോ GST പോർട്ടൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? എന്താണ് ഈ GST പോർട്ടലും അപ്ലോഡും ഒക്കെ? എവിടെ നിന്നാണോ ട്രക്കിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുന്നത് അവിടെ നിന്ന് തന്നെ ഏത് ഉൽപാദകന്റെ ഉൽപ്പന്നം ഏത് സംസ്ഥാനത്തേക്ക്, ഏത് ബയറിന്റെ അടുത്തേക്ക്, ഹോൾസെയിലറോ ആരുമാകട്ടെ, പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണിക്കുന്ന ചാർട്ടാണ് ഈ പറയപ്പെട്ട ടാക്സ് പേപ്പർ. ഇത് അപ്ലോഡ് ചെയ്യുന്നു ടാക്സ് പോർട്ടലിൽ, GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ ഈ GST പോർട്ടലിൽ, അതായത് ട്രക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത് GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സംഗതി തന്നെയാണോ, ഉൽപ്പന്നം തന്നെയാണോ, ആ ക്വാണ്ടിറ്റി തന്നെയാണോ, ആ മൂല്യത്തിനുള്ള ഉൽപ്പന്നം മാത്രമേ ഉള്ളോ ഈ ട്രക്കിലെന്ന് എവിടെ വെച്ച് വേണമെങ്കിലും നിർത്തിച്ച് പരിശോധിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് ഈ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക്. സംസ്ഥാനങ്ങൾ കാര്യക്ഷമതയോടെ അവരുടെ ഇന്റലിജൻസ് വിങ്ങിനെ ഇതിന് പ്രേരിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ നികുതി ഇളവിന്റെ ഗുണഭോക്താക്കൾ കൺസ്യൂമേഴ്സ് ആയിരിക്കും. അതായത് വ്യാപാരികൾക്കും വ്യവസായികൾക്കും ആരെയും പറ്റിക്കാൻ പറ്റുകയില്ല. അങ്ങനെ പറ്റിക്കാൻ പറ്റുകയില്ല എന്നുള്ളതിന്റെ തെളിവ്, അതായത് ഇത് ഒരുപാട് പറ്റിക്കും എന്നുള്ളതിനുള്ള തെളിവും കേരളത്തിൽ നിന്നും ഓൾ ഇന്ത്യ തലത്തിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഫാസ്ടാഗ്, അതായത് ഒരു ട്രക്കില് GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഓരോ ട്രക്കിലും ഒരു ഫാസ്ടാഗ് ഉണ്ടാകും. അപ്പൊ ആ ഫാസ്ടാഗിൽ എല്ലാ ഡീറ്റെയിൽസും കാണും. പക്ഷേ ഈ നികുതി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC വെട്ടിക്കുന്നതിന് വേണ്ടി വെറുതെ ഒരു ടാക്സി കാറിലോ അല്ലെങ്കിൽ സ്വന്തം കാറിലോ ഒരിടത്ത് നിന്ന്, ഇപ്പൊ ഞാനിവിടെ കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഞാൻ ഒരു ട്രക്കിന് വേണ്ട ഫാസ്ടാഗ് എൻ്റെ കാറിൽ ഒട്ടിച്ചു വെക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഗുജറാത്ത് വരെ യാത്ര ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഗുജറാത്തിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് തിരിച്ച് കേരളത്തിൽ വന്നിട്ട് ഇത് ടാക്സ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ. ഞാനൊരു ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഒരു ഉൽപ്പന്നവും ട്രേഡ് ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ, ഒരു ഫാസ്ടാഗ് ഒട്ടിച്ച് എൻ്റെ കാറ് കൊണ്ട് ഗുജറാത്ത് വരെ പോയിട്ട് തിരിച്ചു വന്നു, അതേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ കോടിക്കണക്കിന് രൂപയുടെ ഇൻപുട്ട് റീഇംബേഴ്സ്മെന്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വഴിയായിട്ട് ഞാൻ ക്ലെയിം ചെയ്യുന്നു. അങ്ങനെ ക്ലെയിം ചെയ്ത ധാരാളം കേസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിർമ്മല സീതാരാമൻ ആധാർ നമ്പർ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്ന വ്യാപാരിയോ വ്യവസായിയോ ആരോ ആകട്ടെ അവരുടെ ആധാർ നമ്പർ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞ് ശക്തമായ രീതിയിൽ നടപടിയുമായി മുൻപോട്ട് പോകുമ്പോഴാണ് ഡോക്ടർ ഐസക് കേരളത്തിൽ നിന്ന് തന്നെ 5 കോടിയുടെ ആധാർ കാർഡ് ഇംപ്രിന്റ് ചേർത്ത ITC 5 കോടിയുടെ ഫേക്ക് ITC കണ്ടെത്തുന്നത്. ഡോക്ടർ ഐസക് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കമേഴ്ഷ്യൽ ഇന്റലിജൻസ് ഡോക്ടർ ഐസക്കിന്റെ ഓർഡറിൽ ആ പ്രവർത്തനത്തിന് ഇറങ്ങി കണ്ടെത്തി. എങ്ങനെയുള്ളതായിരുന്നു? പെരുമ്പാവൂർ ബേസ്ഡ് ആയിട്ടുള്ള പ്ലൈവുഡ് ഫാക്ടറി എന്ന് പറഞ്ഞാണ് 5 കോടി ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്ത ഫേക്ക് ആധാർ നമ്പർ വെച്ച, അതായത് അങ്ങനെ പ്ലൈവുഡ് ഫാക്ടറികൾ ഇല്ലായിരുന്നു, ഉൽപാദനം ഒന്നും നടന്നിട്ടില്ല, ഉൽപ്പന്നം ഒന്നും കയറ്റി അയച്ചിട്ടില്ല. അതുപോലെ ഈ ആധാർ നമ്പേഴ്സ് മോഷ്ടിച്ചതായിരുന്നു. അതായത്
അതിൽ പറഞ്ഞിരുന്ന ആധാർ നമ്പറിന്റെ ഉടമകൾക്ക് ആർക്കും യാതൊരു അറിവുമില്ലായിരുന്നു ഇങ്ങനത്തെ ഉൽപ്പന്നത്തെ പറ്റിയോ കമ്പനിയെ പറ്റിയോ ഒന്നും. നിരക്ഷര കുക്ഷികളെന്ന് പറയുന്നില്ല, പക്ഷേ യാതൊരു തരത്തിലും വ്യവസായവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാധാരണ നാട്ടുമ്പുറത്തുകാരെയാണ് അവരുടെ ആധാർ നമ്പറാണ് മോഷ്ടിച്ച് ആധാർ പിന്നെ ഇങ്ങനെ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് വേണ്ടി ക്ലെയിം ചെയ്തു. അപ്പൊ അതുപോലെ യാതൊരു നെറിയുമില്ലാതെ നികുതി വെട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന വ്യാപാരികളും വ്യവസായികളും ഇന്ത്യ ഒട്ടുക്കും കേരളത്തിലും ധാരാളമായിട്ടുണ്ട്. അതായത് കേരളം ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.43% മറ്റേ ഇപ്പൊ കേരളത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിന്റെ 10%-ലധികം കേരളത്തിലാണെന്നാണ് കണക്കുകളും പഠനങ്ങളും കാണിക്കുന്നത്. അപ്പൊ എന്നിട്ട് കേരളത്തിന് കിട്ടുന്ന നികുതി വരുമാനം GST വഴിയായിട്ട് 46,563 കോടി ഈ വർഷം 2025-26 വർഷത്തിൽ കേരളത്തിന് GST വഴി കിട്ടാൻ പോകുന്ന നികുതി ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, CAG പ്രതീക്ഷിക്കുന്ന നികുതി വരുമാനമാണ് ഞാൻ പറഞ്ഞ 46,563 കോടി. അപ്പൊ ഈ GST വന്നത് കാരണം കൊണ്ട് തന്നെ, നികുതിയിലെ ഇളവ് കൊണ്ട് തന്നെ ഒരു 8,000 കോടിക്കും 10,000 കോടിക്കും അടുത്ത് ഇതിൽ നിന്ന് കുറവുണ്ടാകും എന്നാണ് പറയുന്നത്. അത് ഈ പറയപ്പെട്ട ഇന്റലിജൻസ് പ്രവർത്തനം കൊണ്ട് മാറ്റാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 28% നികുതി 18%-ലേക്കും 18% നികുതി 5%-ലേക്കും കുറയുമ്പോൾ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന വരുമാന കുറവാണ് ഈ പറയപ്പെട്ട ഈ 8,000 കോടി മുതൽ 10,000 കോടി വരെയുള്ള മാറ്റം. അപ്പൊ അതിന്റെ പ്രയോജനം എപ്പോഴാണ് നമുക്ക് കിട്ടേണ്ടത്? ഇത് രാസത്വരകമായിട്ട് പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ്? ഇതുവഴി ഡിമാൻഡ്, ഈ വിലക്കുറവ് വഴി ഡിമാൻഡ് വർദ്ധിക്കുക. ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വളർന്നു വരിക, തൊഴിൽ ലഭിക്കുക, തൊഴിൽ ഫലമായിട്ട് വരുമാനം വർദ്ധിക്കുക. അങ്ങനെ ഒരു ചാക്രികമായ വളർച്ച ഉണ്ടായാൽ മാത്രമേ ഇത് വരുത്തുന്ന ഈ റീസ്ട്രക്ചറിങ് വരുത്തുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് കേരളത്തിന് രക്ഷ നേടാൻ ഒക്കുകയുള്ളൂ. അപ്പൊ അതിന് സർക്കാരിന്റെ കാര്യക്ഷമത, കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യക്ഷമത പ്രയോജനപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് ഇവിടെ ഈ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വളർന്നു വരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ആ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട്. അത് പ്രധാനമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം 2014 കേരളത്തിൽ ആദ്യം വന്നപ്പോൾ കോഴിക്കോട്ട് വെച്ച് നടത്തിയ ഒരു പ്രസ്താവന നമ്മളൊക്കെ ഓർക്കേണ്ടതാണ്. അതായത് കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് മോഡൽ എന്റർപ്രൈസസ് ഇന്ത്യയിൽ മുഴുവൻ വരണം. അത് സ്ത്രീ ശാക്തീകരണത്തിന് വളരെ പ്രയോജനപ്പെടുമെന്നാണ് അന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കോഴിക്കോട് സംസാരിച്ചത്. എന്നിട്ടോ നിങ്ങൾ ഗുജറാത്തിൽ നോക്ക്, നിങ്ങൾ UP നോക്ക്, എവിടെ നോക്കിയാലും ആഗ്രഹമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മൈക്രോ എന്റർപ്രൈസസ്, മൈക്രോ എന്റർപ്രൈസസ് ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോ അത് ഒരു ആഗോള ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലാണ് കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്. അത് തന്നെ ഇന്ത്യയിലേക്ക് പകർത്താവുന്നതാണ്. അപ്പൊ കേരളത്തിൽ തന്നെ ഈ പറയപ്പെട്ട GSTയുടെ വരുമാനം ഇളവ് പ്രയോജനപ്പെടുത്താനായിട്ട് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് പോലെ പുരുഷശ്രീ മൈക്രോ എന്റർപ്രൈസസ് വരണം. അങ്ങനെ വരുന്ന മൈക്രോ എന്റർപ്രൈസസിൽ നിന്ന് ഇപ്പൊ എന്താണ് ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് നടക്കുന്നു, വ്യവസായ കോൺക്ലേവ് നടന്നു. ഇതിനെയൊക്കെ നേരെ ചൊവ്വയും വിടുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തെ ഒരു എന്റർപ്രൈസ് ഹബ്ബാക്കി, അതായത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനുള്ള സ്കോപ്പ് കുറവായിരിക്കാം, പക്ഷേ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഹബ്ബായിട്ട് കേരളത്തെ വളർത്തിയെടുക്കാൻ പറ്റും. ആ സാഹചര്യം മുതലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ GSTയിൽ വന്ന മാറ്റം ഗുണകരമായിരിക്കും. പക്ഷെ എപ്പോഴും ഓർമ്മിക്കുക പാർത്ഥസാരഥി ഷോമിന്റെ വാക്കുകൾ. ആര് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോഴും ഓർമ്മിക്കുക, ഇത് ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? പെട്രോളിയം പോലെ ഉൽപ്പന്നങ്ങൾ, മദ്യം പോലെ ഉൽപ്പന്നങ്ങളൊക്കെ GSTയിൽ കൊണ്ടുവരണം. അതുപോലെ ഒരു സജഷനും കൂടി ഇവിടെ നമുക്ക് ആലോചിക്കാവുന്ന, സംസ്ഥാന ഗവൺമെന്റുകൾ ആവശ്യപ്പെടുന്നു ഈ GSTയുടെ വരുമാനം 60% സംസ്ഥാനങ്ങൾക്കും 40% കേന്ദ്രത്തിനും എന്ന രീതിയിൽ, ഇപ്പൊ 50-50 എന്ന രീതിയിലാണ് ഷെയറിങ്. അത് 60% സംസ്ഥാനങ്ങൾക്കും 40% കേന്ദ്രത്തിനും എന്ന മട്ടിൽ ആക്കണമെന്നാണ് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്.
അതിനൊരു ന്യായമുണ്ട്, അത് യുക്തിസഹമായ ഒരു ആവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് ആകെ വരുന്ന ചെലവുകൾ, എല്ലാ മേഖലകളിലും കൂടി വരുന്ന ചെലവുകളുടെ 63% സംസ്ഥാനം തന്നെയാണ് വഹിക്കുന്നത്. പക്ഷേ ആ സംസ്ഥാനത്ത് നിന്ന് ഉയർന്നു വരുന്ന വരുമാനത്തിന്റെ 37% മാത്രമാണ് സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരിക. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് ഒക്കെ, ഡയറക്റ്റ് ടാക്സസ് ഒക്കെ കേന്ദ്രം കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് കേന്ദ്രമാണ് ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ട് ഡിവോൾവ് ചെയ്യുന്നത്. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു സംസ്ഥാനത്ത് നിന്ന് ഉരുത്തിരിയുന്ന ഇൻകത്തിന്റെ 37% കൊണ്ട് 63% ചെലവ് സംസ്ഥാനം വഹിക്കേണ്ടി വരിക. അതുകൊണ്ട് ഈ തരത്തിലെ GST 60% സംസ്ഥാനങ്ങൾക്കും 40% മാത്രം കേന്ദ്രത്തിനും ആക്കണമെന്ന ക്ലെയിം ഒരു വലിയ പരിധി വരെ അംഗീകരിക്കേണ്ടതാണ്. പക്ഷെ അവിടെ ഒരു ചെറിയ ഡൗട്ട്, ഒരു ഇഷ്യൂ മാത്രമാണ് എനിക്ക് കൊണ്ടുവരാനുള്ളത്. അതായത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമുള്ള 2 പരമപ്രധാന വകുപ്പുകൾ ഓർക്കണം. ഒന്ന് ഡിഫൻസ്. ഡിഫൻസിനാണ് എല്ലാ ബജറ്റുകളിലും ഏറ്റവും കൂടുതൽ വക കൊള്ളിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി. ഈ 2 മിനിസ്ട്രികളും സംസ്ഥാനങ്ങൾക്കില്ല. ഈ 2 മിനിസ്ട്രികളും വളരെ പ്രധാനപ്പെട്ട മിനിസ്ട്രികളുമാണ്. അപ്പൊ നാച്ചുറലി കേന്ദ്രത്തിന് കുറച്ച് ഫണ്ട് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ഈ 40 സംസ്ഥാനം കേന്ദ്രത്തിനും 60 സംസ്ഥാനത്തിനും എന്നുള്ളതിന് പകരം 45 കേന്ദ്രത്തിനും 55 സംസ്ഥാനങ്ങൾക്കും എന്ന രീതിയിൽ ഒരു ഡിവിഷൻ വേണം എന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് യുക്തിസഹം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഈ GSTയുടെ പുനർക്രമീകരണം, പിന്നെ 2 സ്ലാബുകൾ എടുത്തു മാറ്റി 2 സ്ലാബിൽ ഒതുക്കിയിരിക്കുന്നത് വളരെ എന്താ പറയുക, പ്രതീക്ഷാ നിർഭരമായ ഒരു മാറ്റമാണ്. ഇത് സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കമേഴ്ഷ്യൽ ഇന്റലിജൻസ് വേണ്ട പോലെ പണിയെടുക്കണം. കേരളത്തിലെ കമേഴ്ഷ്യൽ ഇന്റലിജൻസിന് അതിന് കഴിയും. ഒറ്റ രാത്രി കൊണ്ടല്ലേ തോറ ദൽ ഓറെ, ഓപ്പറേഷൻ ഗോൾഡ് എന്ന പേരില് 104 കിലോ സ്വർണം ഒറ്റ ഷോപ്പിൽ നിന്ന് തന്നെ കണ്ടെത്തിയത് നമ്മുടെ ഇവിടുത്തെ കമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ കഴിവ് കെട്ടതല്ല കേരളത്തിന്റെ കമേഴ്ഷ്യൽ ഇന്റലിജൻസ്. അവരെ വേണ്ട രീതിയിൽ മോട്ടിവേറ്റ് ചെയ്താൽ അവർ തീർച്ചയായിട്ടും ഈ GSTയുടെ സദ്ഫലം സാധാരണക്കാരിലേക്ക് കൊണ്ടുവന്നിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.